ഖബറിലെ ഒരു അത്ഭുതം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഖബറിലെ ഒരു അത്ഭുതം, ഖബറിലെ ഒരു അത്ഭുതം. ലൈലത്തുൻ ഉസ്രിയ ബി ഇല സമായി, ആകാശലോകത്തിലേക്ക് എന്നെ കൊണ്ടുപോയ സമയത്ത് ഇസ്റാ മിഅ്റാജിന്റെ രാവിലെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ കണ്ടു ഖബറിൽ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നു. ഖബറിലെ അത്ഭുതം, ഖബറിൽ കൃഷി ചെയ്യുന്നു. എന്താ പറയുന്നത്? ഈ സ്ഥലത്ത് എങ്ങനെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഈ സ്ഥലത്ത് എങ്ങനെ ഖബറിൽ കൃഷി ചെയ്യുക? എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ നമുക്കല്ലേ, നമുക്കങ്ങനെയാണ് ഓർമ്മ വരുന്നത്. കാരണം നമ്മുടെ നന്മകളൊക്കെ അത്തരത്തിലേ ഉള്ളൂ. സാലിഹീങ്ങളാകുന്ന ആളുകൾ, സജ്ജനങ്ങൾക്ക് കണ്ണെത്താ ദൂരത്ത്, മദ്ദൽ ബസർ കണ്ണെത്തുന്നതാകുന്ന ദൂരം അത്രയും അവർക്ക് വിശാലത നൽകപ്പെടും. 6 അടി മണ്ണിന്റെ ഇരുട്ടറയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഅയതു ഖൗമാ, ഒരു സമൂഹത്തെ ഞാൻ കണ്ടുപോയ സ്വഹാബാ, യസ്റഊന ഫീ യൗം വയഹ്സദൂന ഫീ യൗം. അവർ ഒരേ ദിവസം അതാ വിത്തിറക്കുകയാണ്, വൈകുന്നേരമാകുമ്പോ വയഹ്സദൂന ഫീ യൗം, അതേ ദിവസത്തിൽ തന്നെ അവർ കൊയ്തെടുക്കും. രാവിലെ വിത്തിറക്കും, വൈകുന്നേരം കൊയ്തെടുക്കും. അങ്ങനത്തെ ചില ആളുകൾ. എന്താ എവിടെയത്? ഖബറിലെ കാര്യം, ഖബറിലെ അത്ഭുതം, കാണാമറിയാത്ത അത്ഭുതം. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കണല്ലോ ഉസ്താദേ. ഞാനിത് പറയുന്നു. ആദ്യമായിട്ട് കേൾക്കുന്ന ചില വിഷയങ്ങളാണ് ഖബറിൽ നടക്കുന്ന സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇസ്റാ മിഅ്റാജ് നടത്തിയ രാവിൽ, പരിശുദ്ധമാക്കപ്പെട്ട റജബ് 27-ാം രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കാണിച്ചു തന്നു ഒരു സമൂഹത്തെ, ഒരു കൂട്ടം ആളുകളെ, യസ്റഊന ഫീ യൗമിൻ വയഹ്സദൂന ഫീ ദാലിക യൗം. രാവിലെ തന്നെ അവർ വിത്തിറക്കുന്നു, വൈകുന്നേരം അവർ കൊയ്തെടുക്കുന്നു. അങ്ങനത്തെ ചില ആളുകൾ ഖബറിൽ കൃഷി ചെയ്യാണ്. ഖബറിൽ കൃഷി വെറുതെ ഇരിക്കുന്നില്ല. ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയവരാണ്, പക്ഷെ ഖബറിൽ അവരിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫഖുൽതു ലിജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഞാൻ ചോദിച്ചു പോയി, മൻ ഹൗലാ യാ ജിബ്രീൽ, മൻ ഹൗലാ യാ ജിബ്രീൽ, ജിബ്രീലേ ആരാണിവർ എന്ന് ജിബ്രീലിനോട് ഞാൻ ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, ഹുമുൽ മുഹാജിറൂൻ, അവരാണ് ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി തന്റെ കുടുംബത്തെ, തന്റെ സമ്പത്തിനെ മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി മാറ്റിവെച്ചവർ, തന്റെ കുടുംബത്തെ മുഴുവനും അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഹിജ്റ പോയവരാണ്. അവർ മുഹാജിറുകളാകുന്ന സ്വഹാബത്താണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹാജിറുകളാകുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതാകുന്ന സ്വഹാബത്ത്, അവരാണ് എവിടെ? ഖബറിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പരിപാടി എന്താ? അവർ ഖബറിൽ കൃഷി ചെയ്യുക. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സ്വഹീഹായ ഹദീസ്. ഇവിടെ ശ്രദ്ധിക്കുന്നു. ഇതൊക്കെയാണ് ഖബറിൽ നടക്കുന്ന സംഭവം. നമ്മൾ മനസ്സിലാക്കിയതിൽ ഇവിടെ നമ്മൾ കഴിഞ്ഞാൽ അവിടെ പോയി വെറുതെ കുത്തിയിരിക്കുകയല്ല. അവിടെ പല പരിപാടികളുണ്ട്. അവിടെ എഴുത്തും കുത്തുകൊണ്ട്. അതാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞ കഫം പുടവിലേക്ക് എഴുത്തും കുത്തുകൊണ്ട്. മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃഷി ഇറക്കാൻ, വിത്തിറക്കാൻ ആര്? മുഹാജിറുകളാകുന്ന ആളുകൾ, സ്വഹാബത്തെ കിറാം. പരിശുദ്ധ ഖുർആൻ അതുകൊണ്ടല്ലേ അവരെ പറ്റി പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. ഹാജിറുകളാകുന്ന ആളുകൾ, അൻസാരികൾ, അവരൊക്കെ ഏറ്റവും വലിയ വിജയം വരിച്ച ആളുകളാണ്. അള്ളാഹു അവരെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു, അവരും റബ്ബിനെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഖബറിലെ അത്ഭുതം മാത്രമല്ല, ഖബറിൽ ചില ആളുകളെ തന്നെ അള്ളാഹുവിന്റെ റസൂല് സ്വർഗീയ ആരാമമായിട്ട് ആ സ്വർഗത്തിൽ തത്തിക്കളിക്കുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ സ്വർഗ്ഗത്തിൽ പറക്കുന്നതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ കണ്ടു. അദ്ദേഹം വഫാത്തായി, ഖബറിൽ കിടക്കാൻ. പക്ഷെ അപ്പൊ തന്നെ എവിടെ കണ്ടു? സ്വർഗ്ഗത്തിൽ കണ്ടു. അഥവാ ഖബർ എന്താണ്? അദ്ദേഹത്തെ സ്വർഗീയ ആരാമമാക്കിയിരിക്കുകയാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ?
പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇസ്രാ മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഞാൻ ഹംസയെ കണ്ടു റളിയല്ലാഹു അൻഹു. ഉഹദ് രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് വെട്ടേറ്റുകൊണ്ട് 70ഓളം വെട്ടേറ്റുകൊണ്ട് ഷഹീദായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു സയ്യിദു ശുഹദാ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന മഹാനവറുകളെ ഞാൻ കണ്ടു സ്വർഗീയ ആരാമത്തിൽ തത്തിക്കളിക്കുന്നതായി. അഥവാ ഖബർ തന്നെ അദ്ദേഹത്തിന് സ്വർഗീയ ആരമായിരിക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയെത്ര സഹാബത്തിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞു. ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു മുഅത്തദ് യുദ്ധത്തിൽ വെച്ച് ഷഹീദായ മനുഷ്യനാണ്. മുഅത്തദ് യുദ്ധത്തിൽ വെച്ച് ഷഹീദായ വ്യക്തിയാണ്. യുദ്ധം കഴിഞ്ഞ് കൊടുമ്പിരി കൊണ്ട് കിടക്കുന്നതാകുന്ന ആ യുദ്ധം കഴിഞ്ഞതാകുന്ന രണഭൂമിയിലേക്ക് ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന പ്രിയതമ കടന്നു വന്നുകൊണ്ട് പ്രവാചകരോട് അന്വേഷിക്കുന്ന, നബിയേ എന്റെ ഭർത്താവ് എവിടെ? വിധങ്ങൾ പറഞ്ഞു, ഇന്നഹു ഷഹീദുൻ, അദ്ദേഹം ഷഹീദായിട്ടുണ്ട് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ്, ഇന്നഹു യതീറു ഫിൽ ജന്ന കമാ തതീറു തയ്റു ഫിൽ ഹവാ. അദ്ദേഹം സ്വർഗത്തിലെ പരിമളം ആസ്വദിച്ചുകൊണ്ട് സ്വർഗത്തിലെ പക്ഷിയായി പറവയായി തത്തിക്കളിക്കുകയാണ് ഖബറിലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഖബറിൽ ഒരു കിളിയെ പോലെ കടക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി കമാ തതീറു തയ്റു ഫിൽ ഹവാഇ, ആകാശലോകത്തിലൂടെ വായുവിലൂടെ വട്ടമിട്ട് പറക്കുന്നതാകുന്ന പറവകളെ പോലെ ആറടി മണ്ണിന്റെ ഇരുട്ടറയിൽ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമാകുന്ന ലോകം തീർത്തിരിക്കുകയാണ്. അതിനാണ് ആലമുൽ ബർസഖ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ആലമുൽ ബർസഖ് അതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഖബറിന്റെ ലോകം എന്ന് പറഞ്ഞാൽ വിശാലമാണ്. നമ്മൾ മനസ്സിലാക്കിയതിലെ 4 അടി അടിയിലേക്ക് കൊണ്ടുപോയി വെച്ച് ഇരുട്ടറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് അത് നമുക്കാണ്. തിന്മകൾ ചെയ്യുന്ന ആളുകൾ അല്ലാഹു നമ്മളെ നന്മയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നന്മയുടെ കൂട്ടത്തിലുള്ള ആളുകൾ സ്വഹാബത്തെ കിറാം മുഹാജിറുകളാകുന്ന ആളുകൾ അവരൊക്കെ അവിടെ വിത്തിറക്കി കൃഷി ചെയ്യാൻ. രാവിലെ വിത്തിറക്കും, വൈകിട്ട് എന്ത് ചെയ്യും? ഇത് കൊയ്തെടുക്കും. മുഹമ്മദ് റസൂലുള്ളാഹി മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഖബറിൽ സ്വർഗീയ ആരാമത്തിൽ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷികൾ ആകാശലോകത്ത് വട്ടമിട്ട് പറക്കുന്നത് പോലെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ പക്ഷിക്ക് കറങ്ങണമെങ്കിൽ ചുരുങ്ങിയത് ഒരു ചെറിയ കൂട് വരല്ലോ, നല്ലതുപോലെ വിശാലമായ രീതിയിൽ കറങ്ങണമെങ്കിൽ, പ്രത്യേകിച്ച് സ്വർഗ്ഗത്തിലാണെങ്കിൽ. അപ്പൊ ഖബർ അത്രത്തോളം വിശാലമാണ്. ഹബീബ് റസൂലുള്ളാഹി അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഖബറിലെ ഒരു സംഭവമാണ് ഈ പറയുന്നത്. ഖബറിൽ അത്ഭുതമാണ്. ഇങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങൾ, എത്രയെത്ര ശിക്ഷകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ ശിക്ഷകളും സംഭവങ്ങളും ഒക്കെ ഏകദേശം ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് മവാഹിബുൽ ജലിയ. അത് ഒരെണ്ണം നിർബന്ധമായിട്ടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുമിക്കണം. അത് വാങ്ങിക്കണം. നമ്മൾ ആകെ 250 രൂപ 300 രൂപയാണെന്ന് എന്റെ ഓർമ്മ വരെ. അതാണ് നമ്മൾ എത്രയോ പൈസ നമ്മൾ ഹറാമായ രീതിയിൽ നമ്മൾ ചെലവഴിക്കുന്നു. അല്ലാഹു ഹലാലിന് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. 300 രൂപ എടുത്ത് അതൊരെണ്ണം നമ്മൾ സ്വന്തമാക്കണം. ഓരോ വീട്ടിലും അത് അത്യാവശ്യമാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഡെയിലി ഒരു ദിവസം ഒരു പേജെങ്കിലും ഒന്ന് വായിക്കാൻ പറയാം. മലയാളമല്ലേ, നമ്മുടെ നാട്ടുകാരനല്ലേ എഴുതിയത്, ഓന്നിരായ ഉസ്താദല്ലേ, വലിയ ആലിമീങ്ങൾ പോലും അത് നെഞ്ചിലേറ്റിയിട്ടുണ്ടെങ്കിൽ. എന്നോടൊരു ഉസ്താദ് പറഞ്ഞു, എന്താണത്, വല്ലാത്തൊരു കാവ്യമാണ്. കാരണം അതെന്താണ്, ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും അതിന് കിതാബ്, ഇന്ന കിതാബ് ഇത്രാമത്തെ പേജ് എന്ന് പറയുന്നു. അതൊരു സംഭവം. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി മുസ്തഫ എന്നുള്ളത്. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാലും അത് അസ്ഥാനത്തെന്നാണെന്ന് തുഹഫയിലുള്ളത്. കണ്ടാൽ ആദ്യം എന്ത് വേണം? സലാം പറഞ്ഞിട്ടായിരിക്കണം തുടങ്ങേണ്ടത്, വർത്താനം പറഞ്ഞിട്ടല്ല. ഒരാൾ സലാം പറയാതെ വർത്തമാനം പറഞ്ഞിട്ട് തുടങ്ങിയാലോ പിന്നീട് അവർ സലാം പറയുന്നത് അസ്ഥാനത്താണ്, അത് സ്ഥാനത്തല്ല. അതെവിടെ പറഞ്ഞിട്ടുണ്ട്? അതാ ഇബ്നു ഹജറുൽ ഹൈതമി ശാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താദിൽ പറഞ്ഞിട്ടുണ്ട്. സലാം കൊണ്ട് മിണ്ടലാണ് വേണ്ടതെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? അത് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്. നോക്ക് നിങ്ങൾ എന്ന് തുടങ്ങി 4 വരിയെ പാടിയിട്ടുള്ളൂ. പക്ഷെ അതിൽ പല കിതാബുകൾ നോക്കിയിട്ട് റഫർ ചെയ്തിട്ടാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന് ഉപോത്ബലകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ് ചോദിക്കുന്നത്. എന്ത് പറഞ്ഞാലും തെളിവുണ്ട്. എവിടെ ഉസ്താദ് അത് പറഞ്ഞു? എവിടെ പറഞ്ഞു?
ഇതെല്ലാം പറഞ്ഞതിന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രന്ഥം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരിക്കെ അത് ഒരെണ്ണം വാങ്ങണം, അത് വായിക്കണം എങ്കിൽ ഹൃദയം തീർച്ചയായും സ്ഫുടം. ഞാൻ ഇന്ന് ആ ബൈത്ത് മുഴുവൻ പാടുന്നില്ല ഖബറിനെ കുറിച്ച്, കാരണം നിങ്ങളൊക്കെ അത് വാങ്ങിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ. അത് വാങ്ങണം, അത് മനസ്സിലാക്കണം. ഒരുപാട് വിഷയങ്ങൾ, അവരുടെ രംഗങ്ങൾ, അതിലെ വിഷയങ്ങൾ, എത്രയോ വിഷയങ്ങൾ വളരെ റാഹത്തായ നിലയിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഖബർ മാത്രമല്ല, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു, നരകത്തെ കുറിച്ച് പറഞ്ഞു, സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു, സതുപദേശം എന്ന ഹെഡിങ് വെച്ചുകൊണ്ട് പറഞ്ഞു, കല്യാണത്തിലെയും അതിലെ ആർഭാടങ്ങളെ കുറിച്ച് പറഞ്ഞു, മനുഷ്യനുണ്ടാകേണ്ട അദബുകളെ കുറിച്ച് പറഞ്ഞു, ഒരു മുത്തഅല്ലിമിനുണ്ടാകേണ്ട അദബുകളെ കുറിച്ച് പറഞ്ഞു, ഒരു മുഅല്ലിമിനുണ്ടാകേണ്ട അദബുകളെ കുറിച്ച് പറഞ്ഞു. എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ ആലിമിന് ഉപകരിക്കും, മുത്തഅല്ലിമികൾക്ക് ഉപകരിക്കും, സാധാരണക്കാർ ഉപകരിക്കും, എല്ലാവർക്കും ഉപകരിക്കും. അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം അല്ലാഹു അത് പഠിക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖബറിലെ എത്രയോ ശിക്ഷകൾ സഹോദരങ്ങളെ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, റഅയ്തു ഫീഹാ ഖൗമാ, ഖബറിൽ ചില ജനങ്ങളെ ഞാൻ കണ്ടുപോയ സഹാബ, വലഹും ലഹുമുൻ നദീജ് വലഹുമുൻ ആഖറു ഖബീസ്, അവരുടെ അടുക്കൽ നല്ലതാകുന്ന വേവിച്ചതാകുന്ന മാംസമുണ്ട്, മോശപ്പെട്ടതാകുന്ന മാംസവും അവരുടെ അടുക്കലുണ്ട്. ആ ഖബറിലുള്ള ആളുകളോട് മലക്കുകൾ മോശപ്പെട്ട മാംസം തിന്നാൻ നിർബന്ധിക്കുകയാണ്. ഖബറിലുള്ളവരോട് പറയുകയാണ്, സഹോദരി നീ തീർച്ചയായിട്ടും ഈ മോശപ്പെട്ട മാംസം തിന്നണേ എന്ന് പറയുകയാണ്. അവരെ കൊണ്ട് അടിച്ചുകൊണ്ട് തീറ്റിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ വിശാലമായ പ്രവിശാലമായ നല്ല സുന്ദരമാക്കപ്പെട്ട സ്വാദിഷ്ടമാകുന്ന ഭക്ഷണ തളികകളുണ്ട്. പക്ഷേ അത് കഴിക്കാൻ അവരോട് കൽപ്പിക്കുന്നില്ല. അവരോട് അടിച്ചുകൊണ്ട് മോശപ്പെട്ടതാകുന്ന ഭക്ഷണ പാനീയങ്ങൾ കഴിക്കാൻ പറയുകയാണ്. ഫഖുൽതു ജിബ്രീൽ, ഖബറിൽ നടക്കുന്ന ഈ അത്ഭുതത്തെ കണ്ടുകൊണ്ട്, ഖബറിൽ നടക്കുന്ന ഈ ശിക്ഷയെ ഓർത്തുകൊണ്ട് ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു പോയി, ജിബ്രീലേ മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഇത്? എന്തൊരു വലിയ ശിക്ഷയാണ്, എന്തൊരു വലിയ പ്രയാസമാണ്, എന്താണ് ഇവർ ചെയ്തതാകുന്ന തെറ്റെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുമ്പോ ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ വലഹും ഇംറാത്തുൻ ഹലാൽ, അവർക്കതാ അനുവദനീയമാകുന്ന മാർഗത്തിലൂടെ വിവാഹത്തിലൂടെയുള്ള ഹലാലാകുന്ന ദമ്പതിമാരുണ്ട്, സഹോദരിമാരുണ്ട്, അവർക്ക് ഭാര്യമാരുണ്ട്. പക്ഷേ വതറകൂഹുന്ന ലിസിനാ, ആ സ്ത്രീകളെയെല്ലാം അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. വ്യഭിചാരത്തിന് വേണ്ടി ഉപേക്ഷിച്ചിരുന്നവരാണ്. ദുനിയാവിൽ ജീവിച്ചിരുന്നതാകുന്ന സന്ദർഭത്തിൽ അവരവരുടെ പ്രിയപ്പെട്ട ഭാര്യമാര്, പാവപ്പെട്ട സഹോദരിമാര് സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞതിന്റെ പേരിൽ ആ സ്ത്രീകളെ മറന്നുകൊണ്ട് ഗുണ്ടൽപേട്ടിലേക്ക് പോയ സഹോദരനാണ്. ആ സഹോദരിമാരെ മറന്നുകൊണ്ട് മോശപ്പെട്ടതാകുന്ന കാമഭ്രാന്തുള്ളതാകുന്ന സിറഫത്തിലേക്ക് യാത്ര തിരിച്ചവരാണ്. അവരുടെ വികാര വിചാരങ്ങളെ നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ വേണ്ടി വ്യഭിചാരശാലകളിലേക്ക് പോയവരാ. അവരാണ് ആ ഖബറിൽ വെച്ച് ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്നത്. മോശപ്പെട്ട മാംസം അവരെ നിർബന്ധിച്ച് തീറ്റിക്കുന്നതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ ഹലാലായ ഭാര്യമാരുണ്ടായിരിക്കെ ആ ഭാര്യമാരെ മറന്ന് അന്യരാകുന്ന സ്ത്രീകളെ ഭോഗിക്കാൻ വേണ്ടി തയ്യാറെടുത്തതാകുന്ന സഹോദരങ്ങൾ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതേപോലെ തന്നെ ഭാര്യമാർക്കും സ്ത്രീകൾക്കും തന്നെയാണ് ശിക്ഷ. ദുനിയാവിൽ ഭർത്താവിനെ മറന്നിട്ട് ഇതര സമുദായത്തിലെ സഹോദരൻ അല്ലെങ്കിൽ അവൾക്ക് അനുവദിക്കപ്പെടാത്തതാകുന്ന ഹറാമായപ്പെട്ടതാകുന്ന സഹോദരങ്ങളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാകുന്ന വ്യഭിചരിക്കുന്നതാകുന്ന സഹോദരിമാർക്കും 6 അടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ശിക്ഷ തുടങ്ങാം. മശറയിൽ വേറെ അങ്ങനെയുണ്ട്. എന്താ ഉസ്താദ് ഖബറിലെ ശിക്ഷയിൽ പറയുന്നത്? ഖബറിലെ വിഷയമാണ്. വ്യഭിചരിക്കുന്ന ആളുകൾക്ക് മഹ്ശറിൽ വേറെയുണ്ട്.
ഇത് ഖബറിലേക്ക് എത്തുമ്പോ ഖബറിൽ വെച്ച് അവർക്ക് നല്ല ഭക്ഷണം അവരുടെ മുന്നിൽ വെച്ചിരിക്കുന്നു. ആ ഭക്ഷണം കഴിക്കാൻ അതിലേക്ക് അവരുടെ കൈ കൊണ്ടുപോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന സമ്മതിക്കൂല. തൊട്ടടുത്ത് തന്നെ മോശപ്പെട്ടതാകുന്ന മാലിന്യ കൂമ്പാരമാകുന്ന മാംസാഹാരം കൊണ്ടുവന്ന് വെച്ച് ആ മാംസത്തിലേക്ക് മാലിന്യത്തിലേക്ക് അവരെ നിർബന്ധിക്കുകയും അത് തിന്നാൻ വേണ്ടി മലക്കുകൾ അവരെ ദണ്ഡുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അഊദു ബില്ലാഹി എന്താ അവർ ചെയ്ത തെറ്റ്? ഭാര്യമാരെ വിട്ടിട്ട് അന്യരാകുന്ന ആളുകളിലേക്ക്, സഹോദരിമാരിലേക്ക് പോയവരാ. ഭർത്താവിനെ വിട്ടിട്ട് അന്യരാകുന്ന പരപുരുഷന്മാരുമായി സുഖഭോഗത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാകുന്ന പെണ്ണാണ്. അവളെ പടച്ചറപ്പ് ശിക്ഷിക്കുന്നത് ഇത്തരത്തിലായിരിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. നടക്കുന്ന ശിക്ഷകളാണ് ഖബറിൽ നടക്കുന്ന ശിക്ഷ. നബി പറഞ്ഞു റഅയ്തു ബിഐനയ്യ, എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടുപോയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെയാണ് ഖബറിലെ അത്ഭുതങ്ങൾ, ഖബർ നടക്കുന്ന ശിക്ഷകൾ. തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, റഅയ്തു ഖൗമാ തുറളഹു റൂസുഹും ബിർറഖസി കമാ കുല്ലമാ റളഖത് ആദതു റൂസുഹും ഇലാ മാ കാനത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തേ ഖബറിന് സാരമല്ല, ഖബർ ചെറുതല്ല. ഖബറിലെ ശിക്ഷകളും ഖബറിലെ ബുദ്ധിമുട്ടുകളും ഖബറിലെ അത്ഭുതങ്ങളും അത് വിശാലമാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, റഅയ്തു ഖൗമാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഒരു കൂട്ടം ആളുകളെ കണ്ടുപോയി. ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിൽ അവർ ശിക്ഷിക്കപ്പെടുകയാണ്. എങ്ങനെയെന്നറിയുമോ? പാറക്കല്ലിന്റെ ചീളെടുത്തിട്ട് സ്വന്തമായി തലയിടിച്ച് പൊട്ടിക്കുകയാണ്. രക്തം തലയിലൂടെ ചീന്തുകയാണ്, രക്തം തലയിലൂടെ പാർന്നൊലിക്കുകയാണ്. അവർ മരിക്കുകയാണ്, മരണത്തിലേക്ക് പോവുകയാണ്. മറ്റൊരാൾ ഒരു കല്ലെടുത്തിട്ട് നമ്മുടെ തലയിലേക്ക് എറിഞ്ഞാൽ എന്തൊരു വേദനയാണ്. സ്വന്തമായി തന്നെ ആത്മഹത്യ ചെയ്യിക്കുകയാണ്. പാറക്കല്ല് കയ്യിലെടുത്തിട്ട് അവന്റെ തലയിലേക്ക് അവൻ തന്നെ ഇടിക്കുകയാണ്. അവന്റെ തലയിലേക്ക് ആഞ്ഞാഞ്ഞിടിക്കുകയാണ്. പതുക്കെ ഇടിക്കുന്നവന്റെ തലയിലേക്ക് മലക്കുകൾ കല്ലെടുത്തുകൊണ്ടിരിക്കുമത്രേ. എന്നിട്ടോ ആ തലയങ്ങോട് പൊട്ടിപ്പളരുകയാണ്. രക്തങ്ങൾ പൊടിപ്പടുകയാണ്, രക്തം നെറുകളിക്കുകയാണ്. രക്തം വാർന്നൊലിച്ച് കിടക്കുന്നതാകുന്ന സഹോദരൻ അവസാനം മരണത്തിലേക്ക് പോയാണ്. തല പൊട്ടിപ്പിളർന്നുകൊണ്ട് രക്തം വാർന്ന് അവൻ മരണപ്പെട്ടു പോയി കഴിയുമ്പോ ഖബറിലതാ വീണ്ടും അവനിലേക്ക് ആത്മാവിനെ മടക്കുകയത്രേ. മരിക്കുന്ന സമയത്ത് ആത്മാവ് വരും. പിന്നീട് ഖബറിലെത്തുമ്പോൾ ചോദ്യം തുടങ്ങുന്ന സന്ദർഭത്തിൽ ആത്മാവ് നൽകും. റഹ്മാൻ എന്ന മലക്ക് വരുമ്പോ ആത്മാവിനെ തിരിച്ചിടും. എന്നിട്ടാണ് ചോദിക്കുന്നത്. അല്ലാതെ ചത്തു കിടക്കുന്ന ഡെഡ് ബോഡിയോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നിന്നെ നന്മ തിന്മകളെ എഴുതാൻ വേണ്ടിയൊക്കെ പറയുമ്പോ അവനിലേക്ക് ആത്മാവ് തിരിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നീട് അവന്റെ ശിക്ഷകൾ മുഴുവനും എത്ര ദിവസമാണ്? സുബ്ഹാനല്ലാഹ്, എത്ര ദിവസം ചോദ്യം ഉണ്ടാകുക? എത്ര ദിവസം ഉണ്ടാവും? 2 ദിവസം. ഇമാം സുബ്കി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഒരുപക്ഷേ അത് 7 ദിവസമല്ല 40 വരെ ചിലപ്പോൾ നീളാം. അത് ഓരോരുത്തരുടെ ഇതുപോലെയാണ്. അതുകൊണ്ടാണ് 3, 7, 11, 40 ഒക്കെ നമ്മുടെ ഇടയിൽ കടന്നു. മനസ്സിലായോ? 3 ഇപ്പോഴും നടക്കുന്നില്ലേ? ഇല്ലേ? ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ. നിങ്ങൾ പോയി ബിരിയാണി പൊറോട്ട അടിക്കുന്നില്ല. എന്നിട്ട് ഇല്ലെന്നോ? ഇല്ല ഉസ്താദ്, ഇപ്പൊ പഴയ പോലെ ഒന്നും ഫുഡ് കിട്ടുന്നില്ല ഉസ്താദേ. അതാണ് വരാൻ. അതെന്താ സംഭവം? ഈ 3, 7, 11 ഒക്കെ വന്നത് അത്രയും ദിവസം ചോദ്യം ഖബറിൽ നീണ്ടു നിൽക്കും. ഇമാം സുബ്കി റഹിമഹുല്ലാഹ്, അതൊക്കെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതൊക്കെ വലിയ വിഷയങ്ങളാണ്, പഠിക്കേണ്ടതാണ്, പഠന വിധേയമാക്കേണ്ടതുമാണ്. ചർച്ച നീണ്ടുപോകും, വേറൊരു വിഷയത്തിലേക്ക് പോകും. നമ്മുടെ ഈ അത്ഭുതങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റൂല. 1-2 വിഷയം പറയട്ടെ, സമയം ഇപ്പൊ തന്നെ കഴിഞ്ഞു. 2 മണിക്കൂർ ആകാറ്.
അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കുല്ലമാ റുദിഖത് ആദതി ഇലാ മകാനത്, തല പൊട്ടി രക്തം ചീന്ത് വാർന്നൊഴുകി കഴിഞ്ഞ് അവസാനം അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറപ്പെടുവിച്ചിട്ട് വീണ്ടും ആത്മാവിനെ റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചുകൊടുത്ത് തല പൂർവാധികം ഭംഗിയാക്കി പഴയ രൂപത്തിലാക്കും. എന്നിട്ട് വീണ്ടും ഇടിക്കാൻ വേണ്ടി കല്ല് കൊടുക്കും, വീണ്ടും ഇടിച്ചു പൊട്ടി. അങ്ങനെ തന്നെ എവിടം വരെ? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. ചിന്തിച്ചു നോക്ക്, ഖബറിലുള്ള ശിക്ഷ ഇതാർക്കാ? കേട്ടോളി. فقلت لجبريل ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഞാൻ ചോദിച്ചു പോയി, മൻ ഹൗലാ യാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീലേ, ഇതാരെയാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഖബറിൽ ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് ഇത്രയേറെ നൊമ്പരങ്ങൾ, ഇത്രയേറെ വിഷമങ്ങളും ഇത്രയേറെ ദുഃഖങ്ങളും മനുഷ്യനുണ്ടായിട്ടും ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന് കയ്യിലേക്ക് കല്ലിന്റെ ചീള് കൊടുത്തുകൊണ്ട് സ്വന്തമായ തല പൊട്ടിക്കുന്നതാരാണ്? രക്തം ചീന്തുന്നതാരാണ്? രക്തം വാർന്നൊലിച്ച് മരണപ്പെടുന്നതാരാണ്? വീണ്ടും അവനിലേക്ക് ആത്മാവ് മടക്കിയിട്ടുകൊണ്ട് ഇത്ര പ്രയാസപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു അത്രേ, ഹൗലാഇല്ലദീന തതസാഖലൂന റൂസഹും അനിസ്സലാ, നമസ്കാരത്തെ ഭാരമായി കണ്ടവരാണ്, ദുനിയാവിൽ നമസ്കാരത്തെ ഭാരമായി കണ്ടവരാണ്. സുബഹിയുടെ ബാങ്കുല കർണമുടത്തിലേക്ക് അലയൊലി കൊള്ളുന്നതാകുന്ന സമയത്ത് ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ ഉറങ്ങുന്നതായ സഹോദരനാണ്, ഉറങ്ങുന്നതായ സഹോദരിയാണ്. ളുഹറിന്റെ ബാങ്ക് വിളിക്കുമ്പോ, അസറിന്റെ ബാങ്ക് വിളിക്കുമ്പോ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ കച്ചവടം ചെയ്തുകൊണ്ട് കട തുറന്നു വെച്ചുകൊണ്ട് അല്ലാഹനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവനാ. ഒരു ജോലി തിരക്കുമില്ല, അല്ലാഹുവിലേക്ക് വരാതെ നിൽക്കുന്നവനാണ്. അല്ലദീന തതസാഖലൂന റൂസുഹും അനിസ്സലാ, ഞായറാഴ്ച ദിവസങ്ങൾ നടക്കുന്ന കല്യാണ മണ്ഡപങ്ങൾ വെച്ച് നമസ്കരിക്കുന്നതാകുന്ന വധൂവരന്മാർ പോലും അവർ നമസ്കാരമില്ലാത്തവരായി പോയില്ലയോ? വിവാഹ സുദിനത്തിൽ അവർ നമസ്കാരമില്ലാത്തവരായി പോയില്ലയോ? എത്രയോ സഹോദരിമാരാണ്, എത്രയോ കല്യാണ വീടുകളാണ് പടച്ചറബ് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹത്തമാകുന്ന ഒരു സുന്നത്താകുന്ന നിക്കാഹ് നടക്കുന്ന, കാർമികത്വം നടക്കുന്നതാകുന്ന സമയത്ത് പോലും ജമാഅത്തിന് ശ്രദ്ധ പതിപ്പിക്കാത്ത ആളുകളില്ലയോ? മുസ്ലിമീങ്ങളില്ലയോ? എത്രയോ സഹോദരിമാരാണ് ലിപ്സ്റ്റിക് ഇട്ടതാകുന്ന ചുണ്ടുകളുമായി, സന്തരമാക്കപ്പെട്ട കവിൾത്തടങ്ങളുമായി, മനോഹരമാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഓഡിറ്റോറിയങ്ങളിൽ നിരങ്ങുന്ന പ്രിയപ്പെട്ട പെൺകൊടികളെ, എന്തേ പേടിയില്ലയോ? ഭയമില്ലയോ? ഖബറിനെ കുറിച്ച് ഭയപ്പാടില്ലയോ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അല്ലദീന തതസാഖലൂന റൂസഹും അനിസ്സലാ, നമസ്കരിക്കാതെ ദുനിയാവിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്, ദുനിയാവിൽ വെച്ച് നമസ്കരിക്കാതെ പോകുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളുടെ തലയാണ് ഇടിച്ചു പൊളിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, പാതിരാത്രി സമയമായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ അടുക്കൽ കടന്നുറങ്ങുകയാണ്. പ്രവാചകന്റെ പൊട്ടിക്കരച്ചിൽ ഞാൻ കേൾക്കുകയാണ്. നബിയതാ കരയുകയാണ്. നബിയോട് ഞാൻ ചോദിച്ചു പോയി, നബിയെ, എന്നിൽ നിന്ന് വല്ല വശവും അവിടുത്തേക്ക് സംഭവിച്ചു പോയി നബിയെ, എന്തിനാണ് കരയുന്നതെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ല ഇല്ല ആയിഷ, ഞാൻ കരയുന്നത് അതിനൊന്നുമല്ല. അദാബുൽ ഖബരി ഹഖുൻ യാ ആയിഷ, അദാബുൽ ഖബരി ഹഖുൻ യാ ആയിഷ, ഖബറിലെ ശിക്ഷ യാഥാർത്ഥ്യമാണ്. ഖബറിലെ ശിക്ഷ തീർച്ചയായിട്ടും ഉണ്ടാകുമേ. ഞാൻ മരണത്തിലേക്ക് ഓർത്തുപോയി, ഖബറിനെ കുറിച്ച് ഓർത്തുപോയി. ഈ കടക്കുന്ന ഞാൻ ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിൽ പോയി കടക്കേണ്ടവനാണല്ലോ എന്നുള്ള ചിന്ത എന്റെ മനോമുഖരത്തിലേക്ക് കടന്നു വന്നുപോയെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയും എന്നിട്ട് പ്രവാചകൻ ആയിഷയോട് പറയുകയാണ്, അദാബുൽ ഖബരി ഹഖുൻ യാ ആയിഷ, ഖബറിലെ ശിക്ഷ യാഥാർത്ഥ്യമാണ്
യാഥാർത്ഥ്യമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല പറയുകയാണ്, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബഅദഹാ സ്വലാത്താ ഇല്ലാ വയതഅവ്വദു മിൻഹാ ഐ മിനൽ ഖബ്രി. ഹബീബായ നബി തങ്ങളെ പിന്നീട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടേ ഇല്ല. എല്ലാ നമസ്കാരത്തിലും അത് സുന്നത്താകട്ടെ ഫർളാകട്ടെ അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുന്ന സർവ്വ നമസ്കാരങ്ങളിലും ലോകത്തിന്റെ നായകൻ കാവൽ തേടുകയാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖബ്രി. അല്ലാഹുവേ അല്ലാഹ് ഖബറിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഇത് പ്രാർത്ഥിക്കാതെ, ഇത് ദുആ ചെയ്യാതെ, ഇത് പ്രവാചകന്റെ ദിനചര്യയാക്കാതെ ഒരൊറ്റ നമസ്കാരവും തന്റെ ജീവിതത്തിൽ പിന്നീട് കഴിഞ്ഞിട്ടില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ചിന്തിച്ചു നോക്ക്, ഖബറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭയപ്പാട് എത്രമാത്രം. ആരാണ് ജീവിതത്തിൽ ഒരു തെറ്റ് ചിന്തിക്കുക പോലും ചെയ്യാത്ത മുഹമ്മദ് റസൂലുള്ളാഹി? എവിടെ സലാത്തിപ്പോഴില്ലല്ലോ. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി. ഞാനൊരു കാര്യം തീർച്ചയായിട്ടും പറയാം. ഖബറിലെ രക്ഷപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഖുർആൻ ഓതുക. ഒന്ന് ഖബറിൽ രക്ഷ കിട്ടണമെങ്കിൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിൽപ്പെട്ടതാണ് സൂറത്തുൽ മുൽക്ക് ഓതുക. സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്ത് ദിനേന പതിവാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അലിഫ് ലാം മീം സജദ എല്ലാ ദിവസവും ഓതണം. അലിഫ് ലാം മീം സജദ. അലിഫ് ലാം മീം സൂറത്ത് സജദ സൂറത്ത് അറിയില്ലേ? സജദ സൂറത്ത് ഓതുക. അതിൽ തിലാവത്തിന്റെ സുജൂദ് ഉണ്ട്. ആ സുജൂദ് ചെയ്തുകൊണ്ട് തന്നെ ഓതുക. അത് നമസ്കാരത്തിൽ തന്നെ ഓതുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിയിലായിരുന്നു പ്രവാചകന്റെ ആ നമസ്കാരം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ റക്അത്തിൽ സജദ സൂറത്ത് ഓതി സുജൂദ് ചെയ്ത് എഴുന്നേറ്റ് വന്ന് വീണ്ടും ആ സൂറത്ത് പൂർത്തീകരിച്ച് രണ്ടാമത്തെ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ മുൽക്ക് ഓതി നമസ്കരിക്കുമായിരുന്നു. രാത്രിയിലെ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൊണ്ടുവന്നിരുന്നു. ഹദീസ് കാണാം, മാ നാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യഖറഅ അലിഫ് ലാം മീം സജദ വ സൂറത്തുൽ മുൽക്ക്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിരുന്നില്ല. അലിഫ് ലാം മീം സജദയും സൂറത്തുൽ മുൽക്കും ഓതാതെ നബി തങ്ങൾ ഉറങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും നബി പാരായണം ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഇന്ന് ഖുൽ ഹുവല്ലാഹു ഓതിയിട്ടില്ല. ഇന്നിപ്പോൾ ദുആ രക്കാൻ വേണ്ടി ഓതിയപ്പോഴാണ് 3 വട്ടം ഓതിയത്.